അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, 2026 പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് നിങ്ങൾ. 2026 പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ആദ്യത്തെ പരീക്ഷ ഫിഖ്ഹാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഫിഖ്ഹ് 25 പാഠം പഠിക്കാനുണ്ട് അല്ലേ? ഒരു വലിയ കടൽ തന്നെയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ടത്, പരമാവധി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചോദ്യം 25 പാഠങ്ങളിൽ നിന്നും ചോദ്യം ഉണ്ടാകും. എന്നാൽ നമുക്ക് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠം 18ാമത്തെ പാഠം മുതൽ 25ാമത്തെ പാഠം വരെയാണ്, ലാസ്റ്റ് പാഠം വരെ. 18ാമത്തെ പാഠം മുതലുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30-35 മാർക്കിൻ്റെ ചോദ്യം 18ാമത്തെ പാഠം മുതലുണ്ടാവും. അഥവാ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 35 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ. ബാക്കി 75 മാർക്കിൻ്റെ ചോദ്യവും നേരത്തെ പഠിച്ച പാഠങ്ങളിൽ നിന്നായിരിക്കും. അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില പാഠങ്ങളിൽ നിന്ന് കൂടുതൽ മാർക്കിൻ്റെ ചോദ്യം, ചിലതിൽ നിന്ന് കുറഞ്ഞ മാർക്ക്, ഇങ്ങനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ചോദ്യങ്ങൾ പരന്നാണ് വരുന്നത്. ഒരു പാഠത്തിൽ നിന്ന് പ്രത്യേകം കൂടുതൽ ചോദ്യം അങ്ങനൊന്നും ചോദ്യങ്ങളില്ല. പല പാഠങ്ങളിൽ നിന്നായി പല ചോദ്യങ്ങളായിട്ടാണ് പരീക്ഷയ്ക്ക് വരുന്നത്. എന്നാൽ ചില പാഠങ്ങൾ ചോദ്യം വരാത്ത പാഠങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ++ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായി പഠിക്കണം. ഫിഖ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല പഠിക്കാനുള്ളൂ, ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി ++ ഒന്നും വേണ്ട, എന്നാലും നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളും നന്നായി പഠിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ട്രിക്കാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ടത് നമുക്ക് കവർ ചെയ്തിട്ട് പോകാം. ഏകദേശം 25 പാഠമുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 9 വിഭാഗമായിട്ടാണ് ചോദ്യങ്ങളുള്ളത്. ഇപ്പോൾ 2025 ചോദ്യപേപ്പറാണ് എൻ്റെ മുമ്പിലുള്ളത്. 2024, 23 ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ നോക്കുക, നിങ്ങൾ 9 വിഭാഗം ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ശരി അടയാളപ്പെടുത്തുക. 2024 ചോദ്യപേപ്പറാണ്, ശരി അടയാളപ്പെടുത്തുക. അതേ ചോദ്യം ഇതാ 2023 കണ്ടില്ലേ, ശരി അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ 2022 ചോദ്യപേപ്പർ ഇതാ, ശരി അടയാളപ്പെടുത്തുക. ഇനി 2021 ചോദ്യപേപ്പർ ശരി അടയാളപ്പെടുത്തുക. കണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ ശരി അടയാളപ്പെടുത്തുക എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒരു വിഭാഗം ചോദ്യം അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ടാകും. തന്ന ഉത്തരത്തിന് ഏതാണോ ശരി അത് ശരി അടയാളപ്പെടുത്താനാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ ബ്രാക്കറ്റിൽ ഉത്തരം തന്നിട്ട് ഉത്തരം എഴുതാനാണ്. അത് 2024 നോക്കാം. ഇനി നോക്കൂ, 2023 ബ്രാക്കറ്റിൽ ഉത്തരം തന്നിട്ട് ചോദ്യം, അതുപോലെ 2022 എല്ലാ വർഷവും അങ്ങനെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാറ്റഗറി എന്താണ്, ശരി അടയാളപ്പെടുത്താൻ. രണ്ടാമത്തെ കാറ്റഗറി പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം എടുത്ത് എഴുതാനാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിശദമാക്കാനാണ്. വിശദമാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരം വിശദീകരിച്ച് എഴുതാനാണ്. അതാണ് അടുത്ത ചോദ്യം. അതന്നെയാണ് എല്ലാ ചോദ്യപേപ്പറിലും കാണുന്നത്. പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക, അത് അടുത്തൊരു ചോദ്യമാണ്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ. പിന്നെ വരുന്നതാണ് പിന്നെന്താണ്, എന്ത് ചൊല്ലണം, അഥവാ ദിക്റുകൾ, ചൊല്ലേണ്ട ദിക്റുകൾ. പിന്നെ പൂരിപ്പിക്കുക. കുറച്ച് മലയാളം തന്നിട്ട്, അറബിയല്ല മലയാളം തന്നെ തന്നിട്ട്, അഥവാ നമുക്ക് കാണാതെ പഠിക്കാനുള്ള കലിമത്ത് ദിക്റുകളൊന്നും അല്ലാത്ത ഇത് തന്നിട്ട് അത് പൂരിപ്പിക്കാൻ. പിന്നെ 7ാമത്താണ് ആശയം എഴുതുക, അർത്ഥം എഴുതാനാണ്. ആശയം എഴുതാറിന് അർത്ഥം എഴുതാൻ. ഇതെല്ലാ കൊല്ലവും വന്നിട്ടില്ല, പക്ഷെ 2024 വന്നിട്ടുണ്ട്. 23 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആശയം എഴുതൽ വന്നിട്ടില്ല. കണ്ടോ? ആശയം എഴുതൽ വന്നിട്ടില്ല. പിന്നെ ഫർളും സുന്നത്തും വേർതിരിക്കുക. ഈ ഫർളും സുന്നത്തും വേർതിരിക്കുക എന്നുള്ള ചോദ്യം പല രൂപത്തിൽ വരും. അതായത് ഫർളും സുന്നത്ത് വേർതിരിക്കുന്ന ഒരു രൂപം. മറ്റൊന്ന് ഇതാ, വാജിബാത്തും പിന്നെ വാജിബാത്തല്ലാത്തും വേർതിരിക്കുക. ഇതാ വേർതിരിച്ച് എഴുതാം. കൗലിയായ ഫർള്, ഫേലിയായ ഫർള്, സുന്നത്ത്, ഇങ്ങനെ വേർതിരിക്കാൻ വന്നു. അതുപോലെ ഹജ്ജിന്റെ വാജിബാത്ത്, ഹജ്ജിന്റെ ഫർള്, ഇങ്ങനെ വേർതിരിക്കാൻ വന്നു. ഞാൻ അതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലത്ത് നോക്കുക. ഇതാ
ഖുതുബയുടെ ഫർള്, ജുമയുടെ സഹീഹാവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്, ഇങ്ങനെ വേർതിരിക്കാൻ വന്നു. അപ്പോൾ വേർതിരിക്കുക എന്നുള്ള ഒരു കാറ്റഗറി പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇവിടെ ഫർള് വാജിബാത്ത്, ഹജ്ജിന്റെ ഫർള് വാജിബാത്ത് വേർതിരിക്കാൻ വന്നു. ഇതാ ഹജ്ജിന്റെ വാജിബാകാനുള്ള ഷർത്ത്, ഹജ്ജിന്റെ വാജിബാത്ത്, ഇത് വേർതിരിക്കാൻ വന്നു. അപ്പോൾ വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അങ്ങനെ ചോദ്യം ഉണ്ടാവും, വേർതിരിക്കാനുള്ള ഒരു ചോദ്യം. പിന്നെ അടുത്ത് വരുന്ന ചോദ്യമാണ് പിന്നെ എന്താണ്, ഉത്തരം എഴുതുക. ലാസ്റ്റ് ഭാഗമാണ് ഉത്തരം എഴുതുക. പിന്നെ ചോദ്യം തന്നിട്ട് അതിന് ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ. ഇങ്ങനെ 9 കാറ്റഗറിയാണ് ഉണ്ടാവുക. ചില വർഷങ്ങളിൽ 8 കാറ്റഗറി ഉണ്ടാവും, ചില വർഷങ്ങളിൽ 7 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ അതിൽ വ്യത്യാസം വരുന്നത് ഇതാണ്, ഇത് ഈ ആശയം എഴുതാനുള്ള ചോദ്യം എല്ലാ വർഷവും കാണുന്നില്ല, ചില വർഷങ്ങളിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് 2024 ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത്. 2023 ചോദ്യ പേപ്പർ നോക്കുക. ഇവിടെ വേർതിരിച്ച് എഴുതാൻ, കള്ളികളിൽ വേർതിരിച്ച് എഴുതാനുണ്ട്, പിന്നെ അതും വേർതിരിച്ച് എഴുതാൻ, പിന്നെ ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ ആശയം എഴുതാൻ കാണുന്നില്ല. പക്ഷെ ദിക്റുകൾ വ്യക്തമാക്കാന്ന് പറഞ്ഞിട്ട് ചോദ്യമുണ്ട്, വേർതിരിച്ച് എഴുതലുണ്ട്, പിന്നെ ദിക്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ദിക്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്, പൂർത്തിയാക്കലിന്റെ ദിക്റുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ ചോദ്യമുണ്ട്. നമ്മൾ 2025 ചോദ്യ പേപ്പർ ഒന്ന് നോക്കാം. 2025 2025 ചോദ്യ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാറ്റഗറി പിന്നെ ഉത്തരം ബ്രാക്കറ്റിൽ തന്നിട്ട് അത് എഴുതാനാണ് ഒന്നാമത്തെ കാറ്റഗറി. അടുത്തത് ശരി അടയാളപ്പെടുത്താനാണ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ശരി അടയാളപ്പെടുത്താൻ. പിന്നെ അടുത്തത് വിശദമാക്കാനാണ്. പിന്നെ അടുത്തത് എന്ത് ചൊല്ലണം അഥവാ ദിക്റുകൾ റുക്കോയിൽ, 1-ാം റക്അത്തിൽ, അങ്ങനെ. പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ, പിന്നെ ആശയം എഴുതാണ്ടാവും. 2025 ആശയം എഴുതാൻ മതി. അപ്പോൾ 2026 ആശയം എഴുതാൻ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ചോദ്യങ്ങളുടെ ഒരു ശൈലി ഇങ്ങനെ മാറും, വർഷം തോറും ചോദ്യങ്ങളുടെ ശൈലി മാറും. അപ്പോൾ ആശയം എഴുതാൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ വന്ന അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമദാന 20 റക്അത്തൻ സിവൽ വിത്രി എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, അങ്ങനെ വന്നത്. അടുത്ത ഹജ്ജിന്റെ ഫർളും വാജിബാത്തും വേർതിരിക്കാം, കണ്ടില്ലേ. അടുത്ത പൂർത്തിയാക്കാം, ഫൈനൊക്കെ തക്കതാണ്ട, വീണ്ടും ദിക്റാണ്, ജുഅലത്തിലന ഇന്ന സ്വലാത്തി വനുസുക്കി, അങ്ങനെ. അടുത്ത ഉത്തരം എഴുതാനാണ്. അപ്പൊ ഇതാണ് 2025 ചോദ്യത്തിന്റെ രീതി. ഇനി 2026 ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ടത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറെ വർഷങ്ങളിലെ ചോദ്യം ഒരുമിച്ച് നമുക്കൊന്ന് നോക്കാം. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മൾ അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠം നമുക്കറിയാം. ഇവിടെ ദീനിന്റെ വിധികൾ ഡാഷ് എന്താണ്, അൽ അഹ്കാമു ശർഇയ്യ, അല്ലെങ്കിൽ അഹ്കാമു ശർഇയ്യ ഡാഷ് എന്താണ്, ദീനിന്റെ വിധികൾ. ഇത് രണ്ടും നമ്മൾ പഠിക്കുക. പിന്നെ 5 ദീനിന്റെ വിധികൾ ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വാജിബ്, ഹറാം, സുന്നത്ത്, ഖറാത്ത്, ഹലാലാണ്, അതറിയാം. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ്, ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഏതാണത്, കറാഹത്ത്. അതുപോലെ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് ഹലാല്, ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ പരീക്ഷയ്ക്ക് വരുന്നതാണ് എന്ത്, ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും, അതാണ് ഹറാം. അപ്പൊ ഈ ഉത്തരങ്ങൾ, ഈ നിർവചനം വെച്ചിട്ട് എന്ത് ചെയ്യും, അപ്പുറത്ത് ഉത്തരം തന്നിട്ട് യോജിപ്പിക്കാനുണ്ടാവും. പിന്നെ സുന്നത്തിന്റെ മറ്റു പേരുകൾ തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്. തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്, അത് 3 നിങ്ങൾ പഠിക്കുക. കറാഹത്ത് എന്താണ് പഠിക്കുക, ഹലാൽ എന്താണ് പഠിക്കുക. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2ാമത്തെ പാഠം അസ്വലാത്തു. ഈ പാഠത്തിൽ ഞാൻ പ്രധാനപ്പെട്ടതേ പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾ ഇത് മാത്രം പഠിച്ചിട്ട് പോകരുതേ, അതേ ആദ്യം പറയാനുള്ളത്. ++ വാങ്ങണം, അതുപോലെ നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം, നന്നായി എല്ലാ ഭാഗവും കവർ ചെയ്ത് പഠിക്കണം. ഞാനിത് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ നിന്നാൽ കുറച്ചൊന്നും സമയം പോരെ, ഒരുപാട് സമയം വേണ്ടി വരും വീഡിയോ. അപ്പോൾ എനിക്ക് ഇത് കുറച്ച് പ്രധാനപ്പെട്ടത്, ഞാൻ ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ട ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഫിഖ്ഹിന്റെ പ്രത്യേകത ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഫിഖ്ഹിന് ആവർത്തിച്ച ചോദ്യങ്ങൾ, അത് നമ്മൾ ചോദ്യപേപ്പറിന്റെ ഡിസ്കഷനിൽ നമ്മൾ പറയാം, ആവർത്തിച്ച ചോദ്യങ്ങൾ കുറവാണ്. അഖീദ അങ്ങനെയല്ല, അഖീദ ഇഷ്ടം പോലെ ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട്, ലിസാനുൽ ഖുർആനിൽ ഇഷ്ടം പോലെ ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഫിഖ്ഹ് അങ്ങനെയല്ല, ആവർത്തിച്ച ചോദ്യങ്ങളല്ല ഉള്ളത്, മറിച്ച് അതിന്റെ ചോദ്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണ്ട്. ഇനി നമുക്ക് നോക്കാം,
ഇവിടെ അസ്സലാത്തു നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. അപ്പോൾ ഇവിടെ ചോദ്യം ഏതാണ്? ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? നിസ്കാരം. അല്ലെങ്കിൽ നിസ്കാരം ഡാഷ് ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അത് രണ്ടും പഠിക്കുക. പിന്നെ എന്താണ്? ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കാവുക. അപ്പോൾ നിസ്കാര സമയത്തോട്ട് പിന്തിക്കാവുന്ന രണ്ട് കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഉറങ്ങിപ്പോവുക, മറ്റൊന്ന് മറവി. ഇത് രണ്ടും പഠിക്കുക. പിന്നെ ഇവിടെ ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ് ഉടനെ തന്നെ. പിന്നെ എപ്പോഴാണ്? കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം. പിന്നെ എന്താണ്? ആസന്നമായ നിസ്കാരത്തെക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഇങ്ങനെ വന്നിട്ടുണ്ട്, ആസന്നമായ നിസ്കാരത്തെക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം. ഏതിനെ? കാരണമില്ലാതെ ഖളാ ആയത്. ഇനി കാരണത്തോടു കൂടി ഖളാ ആയതാണെങ്കിലോ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ്. അത് മനസ്സിലാക്കേ. ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ്. എന്താ ആസന്നമായ പറഞ്ഞാൽ? ഇപ്പോൾ ഏത് നിസ്കാരത്തിന്റെ സമയമാണ് ആ സമയം നോക്കുക. അപ്പോൾ ളുഹറിന്റെ സമയമാണെങ്കിൽ ആ ളുഹറിന്റെ സമയം, ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് കാരണമല്ലാതെ ഇന്നലെ ഏതെങ്കിലും നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് ആ നിസ്കാരം അപ്പം ഖളാ കൂട്ടണം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ നമുക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് എന്ത്? ആസന്നമായ നിസ്കാരത്തെക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത്. ഇനി കാരണത്തോടു കൂടി നമ്മൾ സുബൈക്ക് ഉറങ്ങിപ്പോയതാണ്, അതുകൊണ്ടാണ് സുബൈ നിസ്കരിക്കാൻ പറ്റാതെ. എന്നാൽ ആദ്യം ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് സുബൈ നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. അതാ പറഞ്ഞത് ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ്. പിന്നെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ടെണ്ണം. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയത്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഈ പരീക്ഷയ്ക്ക് ഈ ആസന്നമായ എന്നുള്ള ആ രണ്ട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ നിസ്കാരത്തിന്റെ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അത് ഏതൊക്കെയാണ്? രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. എന്താണ്? ഉറക്കവും മറവിയും. അടുത്തത് അൽ മിയാഹു, വെള്ളങ്ങളാണ് അല്ലേ. വെള്ളം 3 വിധമുണ്ട് നമുക്കറിയാം. അത്തഹൂറ്, താഹിർ, നജിസ്. എന്നാൽ വേറെ 2 വിധം കൂടി ഉണ്ട്. അപ്പം 5 ഉണ്ടാവും. ഏതാ? മുസ്താമൽ, മുത്തനജിസ്. അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് എന്ന് നമുക്ക് ഉത്തരം തരും. എന്നിട്ട് അത് തൊഹൂറാണോ താഹിറാണോ നജിസാണോ എഴുതണം. അപ്പോൾ ഏതാണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും ഏതാണ്? തൊഹൂറാണ്. പിന്നെ ഇവിടെ വേറൊന്ന് ചോദ്യം, സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും രണ്ടും ഇല്ല. അതേതാണ്? നജീസ്. പഠിച്ചില്ലേ? സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും, അതാണ് നജീസ്. ഇവിടെ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവ്. ഇവിടെ ഒന്നുള്ളതും ഒന്നില്ലാത്തതും, അതാണ് ത്വാഹിർ. ഇവിടെ രണ്ടും ഉള്ളതാണ് അല്ലേ. സ്വയം ശുദ്ധി ഉള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും, രണ്ടും ഉള്ളത്. ഇവിടെ രണ്ടും ഇല്ലാത്തത്. അപ്പൊ ത്വഹൂർ, നജീസ് രണ്ടും ഓപ്പോസിറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. പിന്നെ ത്വാഹിർ പറഞ്ഞാലോ ഒന്നുള്ളതും മറ്റൊന്ന് കഴിയാത്തതും. അതായത് സ്വയം ശുദ്ധി ഉണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ചായ, ഇളനീർ വെള്ളം അങ്ങനെ എല്ലാം. പിന്നെ ഇവിടെ പഠിക്കേണ്ട എന്താണ്? മുസ്താമലായ വെള്ളം എന്നാൽ എന്താണ്? മുസ്താമലായ വെള്ളം എന്താ? ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളമാണ്. ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം കേട്ടോ, കുറഞ്ഞ വെള്ളം, അതാണ് മുസ്താമല്. പിന്നെ നജിസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിനാണ് മുത്തനജിസ് എന്നും പറയുന്നത്. ഇനി ഇവിടെ ഈ 2 ചോദ്യം. പിന്നെ വരുന്ന ചോദ്യമാണ് എന്ത്? 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജിസ് ചേർന്നാൽ തന്നെ മുത്തനജിസ് ആകും. അപ്പോൾ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജിസാകും എപ്പോൾ? എന്താണ്? നജിസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും. വേറൊരു ചോദ്യം, നജിസ് ചേർന്നാൽ മുത്തനജിസാകും ഏത്? 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം. 2 കുല്ലത്തിൽ ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജിസ. 2 കുല്ലത്തോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന് ചെറിയ മാറ്റം വന്നാൽ എന്താകുള്ളൂ? ആ വെള്ളം ബടക്ക് വെള്ളമാകുള്ളൂ, മുത്തനജീസ് ആകുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? അത് തൊഹൂറായ വെള്ളം തന്നെ. പക്ഷെ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് പകർച്ചയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് വ്യത്യാസം വന്നിട്ടുണ്ടോ, കളർ ചേഞ്ചോ, വാസന, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 2 കുല്ലത്ത് വെള്ളത്തിലേക്ക് നജിസ് അത് ടച്ച് ചെയ്യലോടുകൂടി, നജിസ് ആ വെള്ളത്തിൽ ടച്ച് ചെയ്യലോടുകൂടി എന്തായി? ആ വെള്ളം മുത്തനജിസായി. അപ്പോൾ 2 കുല്ലത്ത് താഴെ, അത് നമുക്ക് ഓർത്തു വെക്കണം. ആ നമ്പർ ഓർത്തു വെക്കണം. പിന്നെ മുത്തനജിസ് ആവണം ഓർത്തു വെക്കുക. അടുത്ത നജാസാത്തു തത്ഹീറുഹ എന്ന് പറയുന്നിടത്ത് നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ. മുഗല്ലദ്, മുതവസിത്ത്, മുഖഫഫ്. അതായത് മുഗല്ലദ് എന്ന് പറഞ്ഞാൽ നായ, പന്നി അവയിൽ നിന്നും ജന്മം കൊണ്ട് ഇവയാണ് മുഗല്ലദ്. ഇവ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. 7 തവണ കഴുകേണ്ട നജിസ് ഏതാണ്? അതാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അതേതാണ്? മുഗല്ലദ്. അടുത്ത് അതിൽ നിന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം, അതൊക്കെ നമുക്കറിയാം. അടുത്ത മുത്തവസിത്ത് എടുക്കുക. മുത്തവസിത്തായ നജിസിന്റെ ഉദാഹരണങ്ങൾ ഓർത്തു വെക്കുക. ഏതാണ്? മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, മതി, വതി, മനുഷ്യൻ, മത്സ്യം, ജറാദ്, വെട്ടുക്കിളി ഇവ അല്ലാത്തതിൻ്റെ അപ്പോൾ എല്ലാ ശവമല്ല, മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇവ എല്ലാത്തിൻ്റെ ശവമാണ് നജിസ്, മുത്തവസിത്തായ നജിസ്. പിന്നെ
ഇവിടെ ഒരു ചോദ്യമുണ്ട്. നജിസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അപ്പൊ മുത്തവസിത്തായ നജിസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? നജിസിന്റെ നിറം, മണം, രുചി, മൂന്നെണ്ണം. ഏതൊക്കെ? നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. രണ്ടും കൂടി പ്രശ്നമാണ്. രണ്ടിലൊന്ന് നീങ്ങുന്നില്ല, എത്ര കഴുകി പക്ഷെ നിറം പോകുന്നില്ല, നജിസിന്റെ നിറം അവിടെ ഉണ്ട്, എന്നാ കുഴപ്പമില്ല. കുറേ കഴുകി പക്ഷെ നജിസിന്റെ എന്താകുന്നില്ല, മണം പോകുന്നില്ല, അപ്പോൾ അതിന് കുഴപ്പമില്ല. പിന്നെ അടുത്തത് മുഖഫഫായ നജിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത, 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജിസ്. അത് നിങ്ങൾ അതേപോലെ കാണാതെ പഠിക്കുക. എന്താണ് മുഖഫഫായ നജിസ്? പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത, 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജിസ്. പിന്നെ അതുകൊണ്ട് നജിസ മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. ഏതിന്? മുഖഫഫിന്. എന്താണ് മുഖഫഫ്? പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത, 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ്. അടുത്തത് ഇതും കൂടി ഓർത്തു വെക്കുക. ഒരു പക്ഷെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്തൊക്കെ ചോദ്യം വരും. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജിസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഭൂമിയിൽ മൂത്രം പോലത്തെ നജിസായാൽ എന്താ ചെയ്യേണ്ടത്? വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിക്കുക. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കുക. അടുത്ത മാ യുൾഫ മിനൻ നജാസാത്തി, നജിസിൽ നിന്ന് ഇളവ് നൽകുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം അതെന്താണ്? അതുപോലെ ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പൊറുക്കപ്പെടുന്ന നജിസിൽ പെട്ടതാണെന്ത്? ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. മനസ്സിലാക്കണം, ഒലിക്കാൻ മാത്രം ആ ജീവിക്ക് രക്തമല്ല, കുറഞ്ഞ രക്തം ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ജീവിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ജീവിയുടെ രക്തം എന്താണ് എന്ന് പറയുന്നത്? അതിന് ഇളവുണ്ട്. പിന്നെ അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നതാണ്: ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം പൊറുക്കപ്പെടുന്നതാണോ പൊറുക്കപ്പെടാത്താണോ? പൊറുക്കപ്പെടുന്നതാണ്. അടുത്തത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്: കരിമൂക്ക് പൊട്ടിയൊലിച്ച് രക്തം, ഹൈദ് രക്തം, മുഹല്ലതല്ലാത്ത അന്യ രക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. അപ്പൊ കൂടുതൽ പൊറുക്കപ്പെടുന്നതാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെ? ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ചോരക്കുരു, മുഖക്കുരു, പിന്നെ മുതലായവയുടെ രക്തം. പിന്നെ പറഞ്ഞ എന്താണ്? അത് കൂടുതൽ എത്ര ആയാലും പൊറുക്കും. എന്നാൽ കുറച്ച് കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഏതൊക്കെയാണ്? തരിമൂക്ക് പൊട്ടിയൊലിച്ച രക്തം, കുറച്ചുള്ളൂ. അതുപോലെ ഹൈദ് രക്തം, മുഹല്ലതല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. മനസ്സിലായല്ലോ? പിന്നെ അപ്പൊ അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. അൽ വുളൂ. വുളൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ വുളൂ പൂർണ്ണമാവണമെങ്കിൽ, വുളൂവിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് എന്താണ്? സുന്നത്തുകൾ. ധാരാളം സുന്നത്തുകളുണ്ട്. അപ്പോൾ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് സുന്നത്തുകൾ, വുളൂവിന്റെ സുന്നത്തുകൾ. അടുത്ത വുളൂവിന്റെ സുന്നത്തുകൾ എന്തിനത്യാവശ്യമാണ്? വുളൂവിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ്. അടുത്തത് പിന്നെ ഇവിടെ പൂരിപ്പിക്കാനാണ്. അതായത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ, അത് പിന്നെ പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അത് കാണാതെ പഠിക്കുക. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ. അടുത്തത് വുളൂവിന്റെ സുന്നത്തുകൾ വേർതിരിക്കാനോ അല്ലെങ്കിൽ വുളൂവിന്റെ സുന്നത്ത് എഴുതാനോ വരും. എന്തൊക്കെയാണ്? സംസാരിക്കാതിരിക്കൽ, തുടർച്ചയായി ചെയ്യൽ, അവയവങ്ങൾ തേച്ചു കഴുകൽ, മടമ്പ്, പീളക്കുഴി മുതലായവ സൂക്ഷിച്ചു കഴുകൽ, വുളൂവിന്റെ ബാക്കിയുള്ള വെള്ളത്തിന് അല്പം കുടിക്കൽ. ഇതൊക്കെയാണ് വുളൂവിന്റെ സുന്നത്തുകൾ. അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുന്നതാണ് അല്ലേ. ഇനി ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും 3-ൽ നിന്ന് ചുരുക്കലും നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താകുന്നു. ഇപ്പോൾ ഇവിടെ 2-3 കറാഹത്ത് പറഞ്ഞു. അതായത് 3 പ്രാവശ്യത്തെക്കാൾ കൂടുതലാക്കുക. അപ്പം 4 വട്ടം കഴുകുക. ഏതായാലും മുഖായാലും കാലായാലും ഏതും 4 വട്ടം കഴുകുക. 3-ൽ കൂടുതലാക്കുക. അതുപോലെ 3-ൽ ചുരുക്കുക. 1 വട്ടം കഴുകുക, 2 വട്ടം, അതൊക്കെ കറാഹത്താണ്. പിന്നെ നോമ്പുകാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്ത്, കറാഹത്ത്, കറാഹത്ത്. അടുത്ത് പല്ലിൽ അകലത്തിൽ
അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ചോദ്യം വരും. എങ്ങനെ? പല്ലിൽ നീളത്തിൽ കറാഹത്തോ സുന്നത്തോ? ഏതാണ്? കറാഹത്താണ്. അതുപോലെ നാവിൽ വീതിയിൽ, ഇവിടെ നീളത്തിൽ നിന്നാണ്, നീളത്തിലാവുമ്പോൾ അവിടെ എന്താണ്? സുന്നത്ത്. അതിനെതിരെ ചെയ്യൽ എന്താണ്? കറാഹത്താണ്. അപ്പോൾ നാവിൽ വീതിയിൽ പല്ലേക്കൽ എന്താണ്? കറാഹത്താണ്. എന്താ പറഞ്ഞ? അതിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ്. പഠിച്ചല്ലോ, അത് പഠിച്ചു. അടുത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സന്ദർഭങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ വന്നേക്കാം. അടുത്ത് മിസ്വാക്ക് വായ ശുദ്ധിയാക്കുന്നതാണെന്നും റബ്ബിന്റെ തൃപ്തിപ്പെടുത്തുന്നതാണെന്നും മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതാ അസിവാക്കും അത്ഹറത്തുൽ ഫമി മർലാത്തുല്ലി റബ്ബ്. ഇതിന്റെ അർത്ഥം ഇതാൻ ഒരു വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞു, മിസ്വാക്ക് വായെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. അങ്ങനെ ആക്കിയാൽ മതി, തൃപ്തിപ്പെടുത്തുന്നതുമാണ്. അടുത്ത് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്ളുലു സ്വലാത്തുല്ലത്തി യുസ്താഖുലഹ അല സ്വലാത്തില്ലത്തി ലാ യസ്താഖുല 70 ളൈഫ. അതിന്റെ ഉത്തരാണിത്. അതിന്റെ അർത്ഥമാണിത്. എന്ത്? മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്ന് ഹദീസ് പ്രതിഫലമുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളും പഠിക്കുക. അത് പരീക്ഷയ്ക്ക് വന്നതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അദ്ദിമാഉ, രക്തങ്ങൾ അല്ലേ. ഇവിടെ നമ്മൾ മൂന്ന് രക്തങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹയല്, പിന്നെ നിഫാസ്, ഇസ്തിഹാദത്ത്. ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നത് ഹയലിന്റെ അർത്ഥം എന്താണ്? ആർത്തവ രക്തം. എന്താണ്? ആർത്തവ. നിഫാസോ? പ്രസവ രക്തം എന്ന് പറയാൻ പറ്റും. പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തം. ഇത് പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഇതിന്റെ നിർവചനം ശരിക്കും പഠിക്കുക. ആർത്തവ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ്. പഠിച്ചില്ലേ? അപ്പൊ അത് കാണാതെ പഠിക്കണം. പിന്നെ അതിന്റെ കാലയളവുകളാണ്. എന്താണ്? ഏറ്റവും ചുരുങ്ങിയ പ്രായം 9 വയസ്സാണ്. പിന്നെ ഹൈദിന്റെ ചുരുങ്ങിയ സമയം 1 ദിവസം, 24 hours. സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. ഈ കൂടിയാൽ 15 ദിവസം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. 3 കണക്കാണുള്ളത്. ഏതൊക്കെയാ? എന്താണ്? ചുരുങ്ങിയത് മിനിമം, മാക്സിമം, ഓർഡിനറി. മിനിമം 1 ദിവസം, സാധാരണ 6-7 ദിവസം, അത് ഒരാഴ്ച. കൂടിയാൽ മാക്സിമം പോയാൽ എന്താണ്? 15 ദിവസം. ഓക്കെ, ഓർത്തല്ലോ. പിന്നെ 2 ഹൈദിന്റെ ഇടയിൽ ശുദ്ധി കുറഞ്ഞത് 15 ദിവസമാണ്, കൂടിയാൽ എത്രയും ആവാം. അത് ഓർത്തു വെക്കുക. അടുത്ത നിഫാസിന്റെ കണക്ക് ഇതേപോലെ പഠിച്ചു വെക്കുക. നിഫാസ് പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ്. പിന്നെ നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡ്. സാധാരണ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. അപ്പൊ കൂടിയാൽ 60 ദിവസം ഏത്? ഡാഷ് ഹൈൽ, നിഫാസ്, ഇസ്തിഹാദത്ത്. ഏതാ ശരി? നിഫാസ്. അങ്ങനെ ചോദ്യം വരും. അപ്പൊ കണക്ക് നന്നായി പഠിക്കുക കേട്ടോ. ഇവിടെ അടുത്ത ഇസ്തിഹാദത്ത്. ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ്. ഇത് കാരണമായി നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഹൈദോ നിഫാസോ ഉള്ള അവസരം നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, മുസാഫ് തൊടൽ, ചുമക്കൽ, ഖുർആൻ ഓതൽ, പള്ളിയിൽ താമസിക്കൽ, സംഭോഗം, മുട്ടുപുക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരൽ മുതലായവയും അവരെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. അപ്പോൾ ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് ഹറാമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതൊന്നും നന്നായി പഠിക്കുക. എല്ലാവർക്കും അറിയാം നിസ്കാരം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ട് നമ്മൾ പറയേണ്ടത്. അതാണ് ആർത്തവ. അപ്പോൾ ഹൈദുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല, നിഫാസുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് വെൽക്കാനും പറ്റൂല, പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റൂല, നിസ്കാരം പറ്റൂല, പിന്നെ സുജൂദും പറ്റൂല. അപ്പൊ സുജൂദ് പറ്റൂല, പിന്നെ തവാഫ് പറ്റൂല, മുസാഫ് തൊടാൽ പറ്റൂല, ചുമക്കൽ പറ്റൂല, ഖുർആൻ ഓതാനും പറ്റൂല. അപ്പോൾ ഇത് 3 ഖുർആനുമായി ബന്ധപ്പെട്ട് അപ്പൊ തന്നെ പഠിച്ചു അല്ലേ? മുസാഫ് തൊടൽ, ചുമക്കൽ, ഖുർആൻ ഓതൽ. അപ്പൊ അങ്ങനെ എളുപ്പമുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. പിന്നെ തയമ്മും. അടുത്ത പാഠം തയമ്മും. ഇവിടെ പിന്നെ കുളിക്കും വുളൂഇനും പകരമായി തയമ്മും ചെയ്യണം. അത് വാജിബാണ്. ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ് തയമ്മും ചെയ്യണതിന്റെ വിധി എന്താണ്? തയമ്മും ചെയ്യൽ എന്താണ്? വെള്ളം ലഭിക്കാത്തത് കൊണ്ടോ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടോ തയമ്മും ചെയ്യൽ എന്താണ്? വാജിബാണ്. മനസ്സിലായോ? അപ്പോൾ ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? തയമ്മും ചെയ്യൽ വാജിബാണ്. അടുത്ത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുലിത്തൽ അർളു കുല്ലുഹാ മസ്ജിദൻ വജുലിത്തുഹൂറൻ. ഇതിവിടെ പിന്നെ ഇത് എന്ത് ചെയ്യും? പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഒരു തവണ പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്, ഒരു തവണ പൂരിപ്പിക്കാനാണ് വന്നത്. അപ്പൊ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഇത് പ്രധാനപ്പെട്ടാണ്. അടുത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തയമ്മും സഹീഹ് ആകാനുള്ള ഷർത്തും അതുപോലെ തയമ്മുമിന്റെ ഫർളുകളും. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. തയമ്മും സഹീഹ് ആവാനുള്ള ഷർത്ത് എത്രണ്ണാണ്? 4 എണ്ണാണ്. 1 സമയമാവണം. 2 എന്താണ്?
തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കണം. പിന്നെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കണം. തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിൽ നജിസ് നീക്കണം. ഈ 4 നിങ്ങൾ കാണാതെ പഠിക്കാം. ഇനി തയമ്മുമിൻ്റെ ഫർള് 6. ഒന്ന് നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതണം. അതേ കരുതാൻ പറ്റുള്ളൂ. ഇപ്രകാരം നിയ്യത്ത് ചെയ്താൽ ഫർള് നിസ്കാരം, സുന്നത്തും മയ്യിത്ത് നിസ്കാരം എല്ലാം പറ്റും. അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ മതിയാകുകയില്ല. കണ്ടോ, അപ്പൊ അശുദ്ധിയെ നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. അശുദ്ധി ഉയർത്തുന്നു നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. മണ്ണടിച്ചെടുക്കലാണ് 2. മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുകയും മുഖം തടവുന്നത് വരെ അത് മനസ്സിലുണ്ടാവുകയിരിക്കണം. 3 മുഖം തടവൽ, 2 കൈമുട്ടും ഉൾപ്പെടെ തടവൽ, 5 തർത്തീബ്, 6 2 അടി കൊണ്ടായിരിക്കൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ആ ഒരു തയമ്മുമിൻ്റെ ആ വീഡിയോ കണ്ടവർക്ക് ആ തയമ്മുമിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. ആ ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് ഫർള് ഓർമ്മ കിട്ടും. പക്ഷെ തയമ്മും സഹീഹാകാനുള്ള ഷർത്തുകളാണ് പല പരീക്ഷയ്ക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി പഠിക്കുക. അടുത്തത്, ഒരു തയമ്മും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് നന്നായി പഠിക്കുക. ഒരു തയമ്മും കൊണ്ട് ഫർള് 1 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർള് കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കുക. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം പോലത്തെ അത് എത്രയും നിസ്കരിക്കുക, സുന്നത്തും എത്രയും നിസ്കരിക്കുക. അത് ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അത് പഠിക്കുക. അടുത്തത്, വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളമില്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. അപ്പോൾ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ പ്രത്യേകം പഠിക്കുക. അത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതുകൊണ്ടൊക്കെ ബാത്തിലാകും. പിന്നെ മുർത്തദ്ദാവൽ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ കൊണ്ടും ബാത്തിലാകും. ഈ വെള്ളം ഇല്ലാത്തതിനാണ് വുളു തയമ്മും ചെയ്തതെങ്കിൽ ആ വെള്ളം കിട്ടുമ്പോൾ എന്താവും, അത് ബാത്തിലാവും. അടുത്ത അൽ അദാനു വൽ ഇഖാമത്തു, വളരെ സിമ്പിൾ പാടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 5 വക്ത് നിസ്കാരങ്ങൾക്ക് പുരുഷന് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇപ്പോൾ ഇവിടെ പുരുഷനാണ് 2 സുന്നത്ത്, സ്ത്രീകൾക്ക് 1 സുന്നത്തുള്ളൂ. അതേതാണ്, ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. ബാങ്ക് ഏതായാലും നമ്മുടെ നാട്ടിൽ ആരും പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കില്ലല്ലോ. അപ്പം തന്നെ എന്ത് മനസ്സിലായി, പെണ്ണുങ്ങൾക്ക് ബാങ്ക് സുന്നത്തില്ല. അപ്പം പിന്നെ ബാങ്ക് ഇഖാമത്തും സുന്നത്തുള്ള ആർക്കാണ്, പുരുഷന്മാർക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ 3 പോയിന്റ് നമ്മളവിടെ പഠിച്ചു. പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഇനി അവിടെ നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടും. പിന്നെ സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അവ സുന്നത്താണ്. അടുത്തത്, ഇവിടെ പൂരിപ്പിക്കാനാണ് വന്നത്. ഇദാ ഹദറത്തി സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും. പിന്നെ ഇത് അർത്ഥം ഇതാനും വന്നിട്ടുണ്ട്. അപ്പോൾ അർത്ഥം നിങ്ങൾ പഠിക്കുക. നിസ്കാരം സമയമായാൽ നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യട്ടെ, ബാങ്ക് വിളിക്കട്ടെ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. പിന്നെ ഇവിടെ വേറൊരു ചോദ്യം, ഇഖാമത്ത് മാത്രവുമാണ് സുന്നത്ത്, സുബഹ് ജുമാ എന്നിവക്ക് 2 ബാങ്ക് സുന്നത്ത്. അപ്പൊ 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതെല്ലാം, സുബഹ് ജുമാ, സുബഹ് ജുമാ, സുബഹ് ജുമാ. പഠിച്ചില്ലേ? അടുത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് എന്ത് പറയണം, അസ്സലാത്തു ജാമിഅ, അത് വിളിക്കണം. പിന്നെ ജമാഅത്തിന്റെ ജഹറാക്കുന്ന ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഷർത്തുകളാണ്. അപ്പൊ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഷർത്തുകൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഷർത്തുകൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ ശ്രദ്ധിക്കുക, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഷർത്ത് എന്തൊക്കെയാണ്, ആൾ മുസ്ലിം ആവണം, വകതിരിവുള്ള ആവണം, സമയം ആവണം. അപ്പോൾ ഇത് നമുക്ക് ആലോചിച്ചറിയാം, ബാങ്കിൽ എടുക്കണമെങ്കിൽ സമയമാവണ്ടേ, അപ്പോൾ സമയമാവുക, ആൾ മുസ്ലിം ആവണം, പിന്നെ പദങ്ങൾക്കിടയിൽ തുടർച്ച ഉണ്ടാവണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ബാങ്കിന്റെ സുന്നത്തുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഹയ്യാലസല പറയുമ്പോൾ തിരിയണമല്ലോ, അപ്പോൾ അത് ഇത് ഹയ്യാലസല വലതു ഭാഗത്തേക്കും ഹയ്യാലൽ ഫല ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കൽ മുതലായവ സുന്നത്താണ്. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അടുത്ത് പിന്നെ അസ്സലാത്തു ഖൈറുൻ മിനൻ, സുബൈ നിസ്കാരത്തിൽ സുബൈ ബാങ്കിൽ പ്രത്യേകം പറയേണ്ടതാണ് അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയണം. അടുത്ത് ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ്, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഹയ്യാലത്തുകൾ എന്താ പറയേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് പൂരിപ്പിക്കാൻ. എന്താണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇഖാമത്തിന്റെ 2 കലിമത്തുകൾ അഖാമഹ അല്ലാഹു അദാമഹ വജഅൽനി മിൻ സ്വാലിഹി അഹ്ലിഹ, ഇതും പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്, പഠിക്കണം. അസ്സലാത്തു ഖൈറുൻ മിനൻ എന്ന് പറയുമ്പോൾ സദഖത്ത ബരീറത്ത, ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് 3 പഠിക്കണം ഇവിടെ കേട്ടോ. ഇത് 3 ദിക്റാണ്, ദിക്ർ പഠിക്കണം. പിന്നെ ബാങ്കിന്റെ ഇഖാമത്തിന്റെ മുമ്പും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണ്. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന വേറെ ചോദ്യമാണ്, തക്ബീറുകളുടെ റായിന് സുക്കൂന് ചെയ്യലും ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായും ഇഖാമത്തിന്റെ പദങ്ങൾ 2 ചേർത്തും പറയലും സുന്നത്താണ്. കണ്ടോ, ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് സുന്നത്താണോ ഫർളാണോ ചോദിച്ചിട്ടാണ് വന്നത്. തക്ബീറുകളുടെ റായിന് സുക്കൂന് ചെയ്യലും
ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായാലും ഇക്കാമത്തിന്റെ പദങ്ങൾ രണ്ടെണ്ണം ചേർത്ത് പറയലും. ഇവിടെ എന്തൊക്കെ 3 കാര്യങ്ങൾ പഠിക്കും. തക്ബീറുകളുടെ റായിന് സുക്കൂൻ ചെയ്യുക, അള്ളാഹു അക്ബർ റായിന് സുക്കൂൻ ചെയ്യുക. അള്ളാഹു അക്ബർ ഉള്ളാഹു എന്ന് ചില പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കലുണ്ട്, അത് തെറ്റാണ്, അങ്ങനല്ല, അത് സുന്നത്തിനെതിരാണ്. തക്ബീറുകളുടെ റായിന് സുക്കൂൻ ചെയ്യുക, അള്ളാഹു അക്ബർ അങ്ങനെ റായിന് സുക്കൂൻ ചെയ്യണം. അതുപോലെ ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായും അള്ളാഹു അക്ബർ അങ്ങനെ ഒറ്റയായിട്ട്. ഇക്കാമത്തിന്റെ പദങ്ങളോ രണ്ടെണ്ണം ചേർത്തി പറയാം. അപ്പൊ അങ്ങനെ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ ചേർത്തി പറയാം. അതാണ് ആ പറഞ്ഞത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി 10ാമത്തെ പാഠം ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 25 പാഠം ഉണ്ടാവും, ഒന്നിച്ച് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് 10ാം പാഠം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ആണെങ്കിൽ ചെയ്യാം. അടുത്ത അർക്കാനു സ്വലാത്തി വസുന്നനിഹ, നിസ്കാരത്തിൽ പെട്ടതും അതില്ലാത്ത നിസ്കാരം ചെയ്യാത്തതുമായ കാര്യങ്ങൾക്കാണ് അർക്കാനു സ്വലാത്ത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട അർക്കാനു സ്വലാത്ത്. പിന്നെ ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം എന്താണ്? നിസ്കാരത്തിന്റെ ഫർള് 14 എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ നിയ്യത്താണ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നത്. സുബൈന്റെ നിയ്യത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലുഹുറിന്റെ നിയ്യത്ത് എഴുതാൻ വന്നത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉസല്ലി ഫർളു ലുഹുരി അർബ റക്കായത്തി മുത്തവജ്ജിഹൻ ഖിബ്ലത്തി അദാനില്ലാഹി തആല എന്നാ വേണ്ടത്. ഇവിടെ റക്കായത്തൈനി എന്നുള്ള എന്താക്കും? സുബൈ എന്നുള്ളത് മാറ്റും. അപ്പോൾ ഉസല്ലി ഫർളു ലുഹുരി എന്നാക്കും. ഇവിടെ റക്കായത്തിൽ അർബ റക്കായത്തിൻ മുത്തവജ്ജിഹൻ ഖിബ്ലത്തി അദാനില്ലാഹി തആല അങ്ങനെ ആക്കും. അടുത്ത ഉസല്ലി സുന്നത്ത് സുബൈൽ ഖിബ്ലിയത്തി റക്കായത്തൈനി മുത്തവജ്ജിഹൻ ഖിബ്ലത്തി അദാനില്ലാഹി തആല ഇതും പഠിക്കുക, നിയ്യത്ത് പഠിക്കുക കേട്ടോ. മുസല്ലി സുന്നത്ത് ഈദുൽ ഫിത്ർ റക്കായത്തൈനി മുത്തവജ്ജിഹൻ ഖിബ്ലത്തി അദാനില്ലാഹി. അപ്പോൾ പരീക്ഷയ്ക്ക് വന്നതാണ് നിയ്യത്ത് എഴുതാൻ. അപ്പോൾ നിയ്യത്ത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം.